ഫ്യൂഡലിസം എങ്ങനെയാണ് തകർന്നടിച്ച് വീണത് എന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് ഡിക്ലൈൻ, അതായത് ഫ്യൂഡലിസം തകരാനുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ ലെസണിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫ്യൂഡലിസം? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ആരാണ് ഫ്യൂഡലിസം എന്നുള്ളതൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്? വില്യം ദി കോൺക്കറർ അല്ലേ? അദ്ദേഹത്തിന്റെ പ്രജകളുടെ മുകളില് അടിച്ച്, അതായത് അതിനേക്കാളും അധികാരം എനിക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഓത്ത് ഓഫ് സാലിസ്ബറി അല്ലെ, ആ ഇവന്റ് ഒക്കെ എന്താന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആ വീഡിയോ കാണാത്തവർ നിങ്ങൾ ആദ്യം ആ ലെസൺ പോയി ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, സോ അതിന്റെ ഒക്കെ കണ്ടിന്യൂഷൻ ആണ് ഇനിയുള്ള പാഠങ്ങളും എല്ലാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. അതായത് ഇംഗ്ലണ്ടിൽ 12ാം നൂറ്റാണ്ടിലും 13ാം നൂറ്റാണ്ടിലും വന്ന ചില പൊളിറ്റിക്കൽ ചേഞ്ചസ്, ചില പൊളിറ്റിക്കൽ ചേഞ്ചസ്, അതിന്റെ അടിസ്ഥാനം, ആ കാലഘട്ടത്തിൽ ആ പൊളിറ്റിക്കൽ ചേഞ്ചസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇവിടെ ഫ്യൂഡലിസം എന്തായത്, തകർന്നു വീണത്. അപ്പൊ തന്നെ അറിയാം നമുക്ക് 12ഉം 13ഉം നൂറ്റാണ്ടുകളിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഇംഗ്ലണ്ടില് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെ തുടർന്നാണ് എന്തിവിടെ ആയത്, ഫ്യൂഡലിസം ഇവിടെ ഡീക്ലൈൻ ആയി പോയത്. സോ നമുക്ക് നോക്കാം. അതിലെ ഒന്നാമതായി നിൽക്കുന്നത്, അതായത് ഹെൻറി രണ്ടാമന്റെ അഥവാ ഹെൻറി രണ്ടാമൻ നിലവിൽ കൊണ്ടുവന്ന കുറച്ച് ലീഗൽ റിഫോംസ്. കുറച്ച് ലീഗൽ റിഫോംസ് അഥവാ അദ്ദേഹം കൊണ്ടുവന്ന ചില നിയമങ്ങൾ. ഈ നിയമങ്ങളെല്ലാം തന്നെ എന്തിനെ ബാധിച്ചിരുന്നു? ഫ്യൂഡലിസത്തിനെ ബാധിച്ചിരുന്നു. അതേപോലെ തന്നെ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് ഒന്നാമതായി നമ്മൾ കണക്കുകൂട്ടുന്ന ഒരു കാരണമാണിത്. എന്താണ്? ഹെൻറി രണ്ടാമന്റെ ചില ലീഗൽ റിഫോംസ്. സോ നമുക്ക് നോക്കാം. ഇനി പ്രധാനമായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ, പ്രധാനമായിട്ടുള്ള കുറച്ച് ഫാക്ടറിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഒന്നാമതായി അഥവാ രണ്ടാമതായി നിൽക്കുന്നത് ബ്ലാക്ക് ഡെത്ത് ആണ്. എന്താണ് ബ്ലാക്ക് ഡെത്ത്? ഈ പേര് നിങ്ങൾ മുൻപ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞ ഒരു വലിയൊരു വിപത്താണ്. അതായത് ആക്ച്വലി നമ്മുടെ ഇംഗ്ലണ്ടിലെ തന്നെ പോപ്പുലേഷനെ തന്നെ പകുതി മുക്കാലും ഇങ്ങോട്ട് തുടച്ച് മാറ്റിക്കൊണ്ടുപോയ ഒരു പകർച്ചവ്യാധിയാണ് എന്ത്? ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞു. ഈ ബ്ലാക്ക് ഡെത്ത് 1346 മുതൽ 1351 വരെ നീണ്ടു നിന്ന ഒരു വിപത്താണ് എന്ത്? ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്ന് ആലോചിക്കണം, ബ്ലാക്ക് ഡെത്ത് അത്രയും പ്രശ്നക്കാരനായിരുന്നു അല്ലെ. അതായത് അതായത് ഈ പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഇംഗ്ലണ്ടിന്റെ പോപ്പുലേഷനെ സാരമായി തന്നെ ബാധിക്കുകയും ഒരുപാട് ഇത്രയും കാലഘട്ടത്തിനിടെ ഒരുപാട് ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത ഒരു വിപത്തായി, ഒരു പ്ലേഗ്, അങ്ങനെ പറയാം നമുക്ക് അല്ലെ. ഒരു പ്ലേഗ് ആണ് എന്ത്? ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് മിസ് ഈ ബ്ലാക്ക് ഡെത്ത് എന്ന പേര്, എങ്ങനെയാണ് ഈ പ്ലേഗ്, ബുബോണിക് പ്ലേഗിന് എങ്ങനെയാണ് ഈ ബ്ലാക്ക് ഡെത്ത് എന്ന പേര് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഈ ഒരു ബ്ലാക്ക് ഡെത്ത്, ഈ ഒരു രോഗം ബാധിച്ച മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത്? അതായത് കറുപ്പും അതേപോലെ തന്നെ നീല നിറവും, കറുപ്പും ബ്ലൂ ആൻഡ് ബ്ലാക്ക്, ഇത്തരത്തിലുള്ള കുറച്ച് ഇങ്ങനെ ഒരു ലൈക്ക് നമുക്ക് അങ്ങനെ പൊള്ളിയ പോലെ അത്തരത്തിലുള്ള നിറമായിരിക്കും ഈ രോഗം വന്ന് ബാധിച്ച് മരിച്ച ആളുടെ ശരീരത്തിൽ. അത്രയുള്ള സ്വെല്ലിംഗ്, സ്വെല്ലിംഗ്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ സ്വെല്ലിംഗ് ആണ് നമുക്ക് ഈ രോഗം ബാധിച്ച ആൾക്കാരുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ബ്ലാക്ക് ഡെത്ത് എന്ന് വിളിക്കുന്നത്. സോ ഈ ബ്ലാക്ക് ഡെത്ത് എവിടെന്നാ വന്നത്? അതായത് ഈ ബ്ലാക്ക് ഡെത്ത് വന്നത് അഥവാ തുടങ്ങിയത് ഏഷ്യയിൽ നിന്നാണ്. ഏഷ്യയിൽ നിന്നും മെഡിറ്ററേനിയൻ സീ വഴി അങ്ങനെയാണ് ഈ രോഗം എവിടേക്ക് എത്തിയത്? യൂറോപ്പിലേക്ക് അഥവാ ഇംഗ്ലണ്ടിലേക്ക് എത്തിയത്. മനസ്സിലായാലും ഒരു വലിയൊരു വിപത്താണ്, കുറെ കാലം നീണ്ടു നിന്ന
ഒരു വലിയൊരു വിപത്താണ് ഈ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ആൾക്കാർ തന്നെ മരണപ്പെട്ടു പോയി. ഇത് എങ്ങനെയാണ്, എന്ത് രോഗമാണ്? ഇത് ബാക്ടീരിയ മൂലം വരുന്ന രോഗമാണ്. ഓക്കെ, ആ ബാക്ടീരിയയുടെ പേരെന്താണ്? യെർസിനിയ പെസ്റ്റിസ്. എന്താണ് യെർസിനിയ പെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണിത്. ഇത് എങ്ങനെയാണ് ഈ ബ്ലാക്ക് ഡെത്ത് പകരുന്നതെന്ന് വെച്ചാൽ, അതായത് ഹൈജീൻ, പേഴ്സണൽ ഹൈജീന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, അതുവരെയും മനുഷ്യന്മാർ എങ്ങനെ ഈ ആടുകൾ, ആനിമൽസിന്റെ ഒപ്പവും ആടിന്റെയും മാടിന്റെ ഒപ്പം കിടക്കുകയും ഉറങ്ങുകയും ഇടപഴകുകയും വല്ലാണ്ട് അങ്ങോട്ട് ക്ലോസ് ആവുകയും അങ്ങനെ, അതായത് പേഴ്സണൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് 19-ാം നൂറ്റാണ്ട് വരെയും മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് പേഴ്സണൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് മനുഷ്യന്മാർ. സോ അങ്ങനെ തന്നെ ഈ പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്തതിന്റെ മൂലമാണ് ഈ രോഗം അഥവാ ഈ ബ്ലാക്ക് ഡെത്ത് ഇങ്ങനെ പകർന്നുകൊണ്ടിരുന്നത്. മനസ്സിലായല്ലോ? ഏകദേശം ഇംഗ്ലണ്ടിന്റെ 24 ബില്യൺ പീപ്പിൾസ് എങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരുന്നു. മനസ്സിലായല്ലോ? സോ ഇതാണ് ഫ്യൂഡലിസത്തിന്റെ, അതായത് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം നമുക്ക് ഒന്നാമതായിട്ട് കണക്കൂട്ടാവുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ഡെത്തിനെ തുടർന്ന് തന്നെ വന്ന ഒരു റിവോൾട്ട് ആണ് പെസന്റ് റിവോൾട്ട്. അപ്പൊ അത് എങ്ങനെയാന്ന് നോക്കുമ്പോൾ, അതായത് ബ്ലാക്ക് ഡെത്തോടുകൂടി എന്തായി, ഒരുപാട് പേര് മരണപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ മരണപ്പെട്ട ആൾക്കാരിൽ പകുതിയിലേറെ ആരാണ്? സർഫുകളും ഈ ലേബേഴ്സ് ആണ് മരിച്ചത്. അപ്പൊ എന്തായി, പണിയെടുക്കാൻ ഇവിടെ ആളിനെ കിട്ടാതായി. മനസ്സിലായി? അപ്പൊ ഈ ഡിമാൻഡ് കൂടി, വർക്കേഴ്സിന്റെ ഡിമാൻഡ് കൂടി. അപ്പൊ ഡിമാൻഡ് കൂടുമ്പോ എന്താണ്, ഒബ്വിയസ്ലി വർക്കേഴ്സ് എന്ത് ചെയ്യും, കുറച്ച് കാശ്, കുറച്ച് പൈസ അഥവാ പൈസ കൂട്ടി ചോദിക്കും. പക്ഷെ അത് കൊടുക്കാൻ, മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ ഈ വർക്കേഴ്സിന്റെ ഡിമാൻഡ് ഇവിടെ കൂടുകയും ചെയ്തു. പക്ഷെ അവര് ചോദിച്ച പൈസ കൊടുക്കാൻ ആർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ ഫ്യൂഡൽ ലോർഡ്സിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഒരു ഉടമ്പടിയൊക്കെ കൊണ്ടുവന്നിരുന്നു. ഓക്കെ, സോ ആ ഉടമ്പടിയിൽ എന്താന്ന് പറയാതെ, ആ ഉടമ്പടിയിലുള്ളത് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാര്, മനസ്സിലായോ, പഴയതുപോലെ തന്നെ അഥവാ ഈ ഒരു രോഗം വരുന്നതിന് മുൻപ് പണിയെടുത്ത പോലെ തന്നെ പണിയെടുക്കുകയും അതേപോലെ തന്നെ ഇതിന് മുൻപ് ഉണ്ടായിരുന്ന അതേ കൂലി തന്നെയാണ് നിങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. അത് ആർക്ക് ഇഷ്ടായില്ല? ഈ വർക്കേഴ്സിന് ഇഷ്ടായില്ല. കാരണം അവരുടെ ഡിമാൻഡ് ആണല്ലേ. അവര് ഒരുപാട് പേര് മരിച്ചു പോയതാണ്. ആകെയുള്ള കുറച്ചു പേരെ പണിയെടുപ്പിക്കുമ്പോ അവര് ഈ ഫ്യൂഡൽ ലോർഡ്സ് ഇങ്ങനെ കാണിച്ചാൽ ശരിയാവോ? ഇല്ല. അപ്പൊ അതിനെതിരെ, ഈ ലെജിസ്ലേഷനെതിരെ പ്രതിഷേധിച്ച ആ ഒരു റിവോൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? പെസന്റ് റിവോൾട്ട് എന്ന് പറയുക. ഓക്കെ, ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കുറെ കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോ ഈ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് ഫ്യൂഡലിസം തകരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതേപോലെ തന്നെ ഇനി മറ്റൊരു കാരണമാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത 100 years of war. മനസ്സിലായല്ലോ? ഈ 100 years of war എങ്ങനെയാണ് അഥവാ ഏത് തരത്തിലാണ് ഫ്യൂഡലിസത്തിനെ ബാധിച്ചത് എന്ന് നോക്കുമ്പോൾ, ഈ 100 years of വാറോട് കൂടി ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാര് മരണപ്പെട്ടിരുന്നു. മനസ്സിലായോ? അപ്പോ ഇതേപോലെ തന്നെ എന്തായി, ഫ്യൂഡൽ ലോർഡ്സിന്റെ കയ്യിൽ നിന്നും അധികാരം ആർക്ക് വന്നു? കോമൺ മാൻ, അതുപോലെ തന്നെ ലേബേഴ്സ്, ഓക്കെ, അവർക്ക് വന്നു. അതായത് ഇവിടെ ഡിമാൻഡ് കൂടി. മനസ്സിലായല്ലോ? വർക്കേഴ്സിനും ലേബേഴ്സിനും ഡിമാൻഡ് കൂടി. മനസ്സിലായല്ലോ? സോ അങ്ങനെ ആകുമ്പോ മാത്രമല്ല, ഈ 100 years of വാറിന് ശേഷം തിരിച്ചെത്തുന്ന ഫ്യൂഡൽ ലോർഡ്സ് അവരുടെ സ്ഥലം വിൽക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. കാരണം അറിയാലോ, 100 years of വാറോട് കൂടി രാജ്യത്തിന്റെ മൊത്തം എക്കണോമിക് സ്ട്രക്ചർ തന്നെ തെറ്റിക്കിടക്കുകയാണ്. സോ അതൊക്കെ വിറ്റ് കാശാക്കാൻ ഈ ഫ്യൂഡൽ ലോർഡ്സ് നിർബന്ധിതരായി. സോ ഇത്തരത്തിലുള്ള കാരണങ്ങളോട് കൂടി തന്നെ എന്തായി, ഇവിടെ ഫ്യൂഡലിസം തകരാൻ 100 years of വാറും ഒരു കാരണമായി അഥവാ മറ്റൊരു ഫാക്ടർ ആയിട്ട് മാറി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മറ്റൊരു ഫാക്ടർ നോക്കാം. അതായത് ക്രൂസേഡ്സ്, കുരിശുയുദ്ധം. തീർച്ചയായിട്ടും അല്ലേ, കുരിശുയുദ്ധം, ക്രൂസേഡ്സും ഇതിനൊരു കാരണം തന്നെയാണ്. ആ കാരണം എന്താ? ഇതും ഇതേപോലെ തന്നെ എക്കണോമിക് സ്ട്രക്ചർ, രാജ്യത്തിന്റെ എക്കണോമിക് സ്ട്രക്ചർ തെറ്റിക്കുന്ന ഒരു യുദ്ധമായിരുന്നു ക്രൂസേഡ് യുദ്ധം. അല്ലെ, ഇംഗ്ലണ്ട് ഒരുപാട് ട്രേഡ്, അതായത് കച്ചവട സംബന്ധമായിട്ടും എക്കണോമിക് ആയിട്ടും എല്ലാം തന്നെ താളം തെറ്റിയ ഒരു യുദ്ധമാണ് അല്ലെ ക്രൂസേഡ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെയും ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ ഈ ഫ്യൂഡൽ ലോർഡ്സ് അവരുടെ സ്ഥലം വിൽക്കാൻ നിർബന്ധിതരാവുകയും വർക്കേഴ്സിന് ക്ഷാമം വരികയും ചെയ്തിരുന്നു. സോ ക്രൂസേഡ്സ് എന്ന് പറഞ്ഞ കുരിശുയുദ്ധവും ഫ്യൂഡലിസത്തിന്റെ ഫ്യൂഡലിസം ഡീക്ലൈൻ ആവാനുള്ള ഒരു ഫാക്ടർ ആയിട്ട് തന്നെ മാറി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം. ഇനി ഇതിലൊന്നും പെടാത്ത മറ്റൊരു കാരണം കൂടി ഉണ്ട്. അതായത്
ഏകദേശം 12-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും 12-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ട് എന്താ ആരംഭിച്ചു? പുറത്തേക്ക്, അതായത് രാജ്യത്തിന്റെ പുറത്തേക്ക് സാധനങ്ങൾ, കൊമേഴ്ഷ്യൽ സാധനങ്ങൾ കടത്തിവിടാനും അങ്ങനെ അത്തരത്തിലുള്ള ഒരു കച്ചവടം 12-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും എന്തായി? ചെറിയ രീതിക്കൊക്കെ ആരംഭിച്ചിരുന്നു. പിന്നീട് അത് അങ്ങോട്ട് എന്തായി? വളർന്ന് വലുതായി. മനസ്സിലായല്ലോ? സോ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ തന്നെ എന്താണ് ഇവിടെ വർക്കേഴ്സും ലേബേഴ്സും ഒക്കെ ക്ഷാമമാണ്. അപ്പൊ ഇത്തരത്തിൽ ഇവിടുന്ന് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടത്തിവിടുന്ന ഈ ഒരു സമ്പ്രദായം തുടങ്ങിയപ്പോൾ ഈ വർക്കേഴ്സിൽ ഭൂരിഭാഗം വർക്കേഴ്സും, ബാക്കി വന്ന ഭൂരിഭാഗം വർക്കേഴ്സും ഇതിലോട്ട് മാറാൻ തുടങ്ങി. കാരണം എന്താ? അവർക്ക് കൂടുതൽ എന്ത് കിട്ടും? കൂടുതൽ പൈസ കിട്ടും അല്ലെ? കൂടുതൽ കൂലി കിട്ടും. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? പുതിയ സിറ്റീസിലും കുറച്ച് പുതിയ ടൗണുകളിലും എല്ലാം തന്നെ ഇവരെന്ത് ചെയ്യും? മാറി താമസിച്ച് അവിടെ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ എടുക്കാൻ തുടങ്ങുകയും അങ്ങനെ അവർക്ക് കൂലി കുറച്ച്, അതായത് പൈസ കുറെ കൂടി ഏൺ ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്തു? സാധിച്ചു. സോ ആകെ മൊത്തം ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായി? എല്ലാം കൊണ്ടും ഫ്യൂഡലിസം ഇവിടെ ഇപ്പൊ കുത്തനെ തകർന്നിരുന്നു. ഇത്രയും ഫാക്ടേഴ്സ് ഒരുമിച്ചാണ് വരുന്നത് അല്ലെ? 12ഉം 13ഉം നൂറ്റാണ്ടിന്റെ ഇടയ്ക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വന്നപ്പോൾ എന്ത് പറ്റി? ഫ്യൂഡലിസം അഥവാ ആ ഫ്യൂഡൽ സ്ട്രക്ചർ തന്നെ മുഴുവനായിട്ടും അങ്ങോട്ട് തകർന്നു പോയി. മനസ്സിലായല്ലോ? സോ നമുക്കിത് അതായത് എസ്സേ ചോദ്യങ്ങളായിട്ട്, എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഫ്യൂഡലിസം തകരാനുള്ള കാരണങ്ങളാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിരുന്നു പഠിച്ചാലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സോ നോക്കാം, ഈ ഫ്യൂഡലിസം തകർന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഫ്യൂഡലിസം തകർന്നതോടുകൂടി ട്രേഡ്, കച്ചവടത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കിയാലോ. അതായത് ആക്ച്വലി ഈ ഒരു കാലഘട്ടം, അതായത് 13ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗമായപ്പോഴേക്കും ഇംഗ്ലണ്ടിന് ട്രേഡ്, കച്ചവടത്തിൽ കുറച്ചുകൂടി ഒന്ന് പുരോഗമിക്കാൻ സാധിച്ചു. അതായത് ആക്ച്വലി വൂളായി മാറി ഈ കച്ചവടത്തിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്, ഒരു നട്ടെല്ല് അല്ലെ? ഇംഗ്ലണ്ടിന്റെ കച്ചവട രീതികളിലെ നട്ടെല്ല് എന്തായി മാറി? വൂൾ, കമ്പിളിയായി മാറി. അതായത് ഇവർ എന്ത് ചെയ്യുകയാണ്? ഇംഗ്ലണ്ട് വൂള് അങ്ങോട്ട് ഉണ്ടാക്കി. വൂളാണ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഡിമാൻഡ് ഏറിയ റോ മെറ്റീരിയൽ ആയി മാറിയത്. മനസ്സിലായല്ലോ? സോ ഇത് നിർമ്മിക്കുകയും പുറത്തോട്ട് പുറമെയുള്ള രാജ്യങ്ങളിലേക്ക് കടത്തിവിടുകയും അത്തരത്തിലുള്ള ഒരു കച്ചവട മാർഗം ഇംഗ്ലണ്ടിൽ വർദ്ധിച്ചു വരികയും അത് നല്ല രീതിക്ക് തന്നെ ആ കച്ചവടം നടത്താൻ ഇംഗ്ലണ്ടിന് സാധിച്ചു. മനസ്സിലായല്ലോ? സോ അതുപോലെ തന്നെ ചില റോ മെറ്റീരിയൽസ്, ഇതുപോലുള്ള ചില റോ മെറ്റീരിയൽസ് ഇംഗ്ലണ്ട് ഇറ്റലിയിലേക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കടത്തിവിടുന്നുണ്ടായിരുന്നു. സോ ഇതാണ് ഈ 12ഉം 13ാം നൂറ്റാണ്ടിലും ഇംഗ്ലണ്ടിലെ ട്രേഡ്, കച്ചവട രീതിയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്. കച്ചവടം എന്ത് ചെയ്തു? പുരോഗമിച്ചു. പുരോഗതിയിലേക്കാണ് നീങ്ങിപ്പോയത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം ബ്ലാക്ക് ഡെത്ത് എന്ന് ഞാൻ പറഞ്ഞു. എന്താന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞു. കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് ബ്ലാക്ക് ഡെത്തിനെ കുറിച്ച് പഠിച്ചാലോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്ലാക്ക് ഡെത്ത് എവിടെ നിന്നാണ് വന്നത്? ഏഷ്യയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ മെഡിറ്ററേനിയൻ സീ വഴി എങ്ങോട്ട് വന്നതാണ്? യൂറോപ്പിലോട്ട് വന്നതാണ് അല്ലെ? ഈ ബ്ലാക്ക് ഡെത്ത് എന്ന് വിളിക്കാൻ കാരണം എന്താ? അതായത് ഈ ബ്ലാക്ക് ഡെത്ത് ബാധിച്ച മനുഷ്യന്റെ ശരീരത്തിൽ കറുപ്പും നീലയും നിറത്തിലുള്ള കുറച്ച് സ്വെല്ലിങ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. സോ അങ്ങനെയാണ് ഈ പേര് വന്നത്. ഇത് എങ്ങനെയാണ് വരുന്നത്? ബാക്ടീരിയ ആണ് അല്ലെ? ബാക്ടീരിയൽ പ്ലേഗ് ആണ് ഇത്. എന്താ ബാക്ടീരിയയുടെ പേര്? യെർസിനിയ പെസ്റ്റിസ്. ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. യെർസിനിയ പെസ്റ്റിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് ഇവിടെ ബ്ലാക്ക് ഡെത്തിന്റെ കാരണക്കാരൻ. മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 19ാം നൂറ്റാണ്ടിലാണ് ആൾക്കാർ ഹൈജീനിന്റെ പേഴ്സണൽ ഹൈജീനിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ തുടങ്ങി. അതുവരെയും ഇവർ എന്തിനായിരുന്നു? ഓരോ മൃഗങ്ങളായിട്ട് അടുത്ത് ഇടപഴകി വൃത്തിയില്ലാത്ത ഒരു ജീവിത രീതി ആയിരുന്നു. സോ അതാണ് ആക്ച്വലി ബ്ലാക്ക് ഡെത്ത് പകരാനുള്ള, അതായത് ഒരു പകർച്ചവ്യാധിയായി ഇത്രയും പേരെ കൊന്നൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പേഴ്സണൽ ഹൈജീന് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് യൂറോപ്പിന്റെ മുഴുവനായിട്ടുള്ള പോപ്പുലേഷനിൽ 30% മുതൽ 60% വരെ പോപ്പുലേഷനെ കൊന്നൊടുക്കാൻ എന്തിന് സാധിച്ചു? ഈ ബ്ലാക്ക് ഡെത്തിന് സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. യൂറോപ്പിൽ ഇത്രയും ജനങ്ങളുടെ പോപ്പുലേഷൻ ആണ് യൂറോപ്പിൽ. സോ അതിന്റെ 60% ആൾക്കാരെ കൊന്നൊടുക്കാൻ
ബ്ലാക്ക് ഡെത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ ചില്ലറക്കാരനാണോ? അല്ല, ഒരിക്കലും അല്ല അല്ലെ. സോ അത്രയും മാരകമായ ഒരു രോഗം തന്നെയായിരുന്നു എന്ത് ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇസ് എ ബാക്ടീരിയൽ ഡിസീസ്. ഓക്കെ, ബാക്ടീരിയ മൂലം വരുന്ന ഡിസീസ് ആണ് യെർസിനിയ പെസ്റ്റിസ്. ഓക്കെ, സോ ഇതിനെ തുടർന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് വന്നു? പെസന്റ് റിവോൾട്ട് വന്നു അല്ലെ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബ്ലാക്ക് ഡെത്തിനെ കുറിച്ച് നന്നായി ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ഇനി നമുക്ക് നോക്കാം, ബ്ലാക്ക് ഡെത്ത് ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ബ്ലാക്ക് ഡെത്ത് വന്നതോടുകൂടി ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്താ? ഓക്കെ, അതായത് ഇംഗ്ലണ്ടിലെ പ്രധാനമായും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാ നമ്മൾ നോക്കാം. അതായത് ബ്ലാക്ക് ഡെത്തിന്റെ ഇമ്പാക്ട് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് മുൻനിർത്തി പറയാൻ പറ്റുന്ന ഒന്നാണ് ഷോർട്ടേജ് ഓഫ് ലേബേഴ്സ് അല്ലെ. പണിക്ക് ആളെ കിട്ടാനില്ല, ലേബേഴ്സ് ഇല്ല. ഓക്കെ, കാരണം എന്താ? മരണപ്പെട്ടു കഴിഞ്ഞു അല്ലെ, അവര് മരിച്ചു കഴിഞ്ഞു. ഇതാണ് ഈ ഷോർട്ടേജ് ഓഫ് ലേബർ, ഇതാണ് ഈ ബ്ലാക്ക് ഡെത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, അപ്പൊ ഇതിനെ തുടർന്ന് വർക്കേഴ്സിന് കിട്ടാതായി. അപ്പൊ ഈ ഫ്യൂഡൽ ലോർഡ്സ് ഒക്കെ എന്തായി? ആകെ പേടിച്ചു അല്ലെ, അവർക്ക് പണിയെടുക്കാൻ എന്തില്ല, ആളെ കിട്ടുന്നില്ല. അപ്പൊ ഈ വർക്കേഴ്സ് ഷോർട്ടേജ് ആയതുകൊണ്ട് തന്നെ ഈ വർക്കേഴ്സ് കൂടുതൽ പൈസ ഡിമാൻഡ് ചെയ്തു. അത് കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല? അവർക്ക് സൗകര്യമില്ല, ഫ്യൂഡൽ ലോർഡ്സിന് സൗകര്യമില്ല. സോ ഈ ഫ്യൂഡൽ ലോർഡ്സ് ഇതിനൊക്കെ ഒന്ന് ഒതുക്കി പിടിക്കണം എന്നുള്ള രീതിക്ക് ഒരു ലെജിസ്ലേഷൻ അങ്ങോട്ട് സൃഷ്ടിച്ചു. ആ ലെജിസ്ലേഷന്റെ പേരാണ് സ്റ്റാച്യു ഓഫ് ലേബറേഴ്സ്. ഓക്കെ, ഈ സ്റ്റാച്യു ഓഫ് ലേബറേഴ്സ് നിലവിൽ വന്ന വർഷം 1351 കാലഘട്ടത്താണ് ഈ സ്റ്റാച്യു ഓഫ് ലേബറേഴ്സ് വന്നത്. ഈ സ്റ്റാച്യു ഓഫ് ലേബേഴ്സിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ള എല്ലാവരും പഴയതുപോലെ തന്നെ ഈ പാൻഡമിക്, ഈ ഒരു വിപത്തിന് മുൻപ് എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതേപോലെ വർക്ക് ചെയ്യുകയും അതേ ശമ്പളം തന്നെ അഥവാ അതേ കൂലി, അതേ പൈസ തന്നെ വാങ്ങുകയും ചെയ്യണമെന്നുള്ളത്. ഇത് ആർക്ക് ഇഷ്ടായില്ല? വർക്കേഴ്സിന് ഇഷ്ടായില്ല അല്ലെ. അവര് വെറുതെ അങ്ങോട്ട് എന്താണ് കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടില്ലേ, പൈസ കുറവാണ്, മാത്രമല്ല അവരുടെ കുടുംബം നടത്താൻ വേണ്ടേ. സോ അങ്ങനെയുള്ള ഒരു നിലമയിൽ ഈ പെസന്റ് റിവോൾട്ട് അങ്ങനെയാണ് ആക്ച്വലി ഉണ്ടായി വന്നത്. മനസ്സിലായല്ലോ? അതായത് ഇവർക്ക് എന്ത് വേണം? ഇവര് കൂലി കൂട്ടി ചോദിക്കുന്നുണ്ട്, ഇവരെ എന്ത് ചെയ്യുന്നില്ല, തരുന്നില്ല. എന്നാ അവര് നിർബന്ധം പിടിക്കുകയാണ് വർക്ക് ചെയ്യണമെന്ന്. അപ്പൊ ഇത് അവർക്ക് സഹിക്കാവുന്നതിനും അഥവാ താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ പെസന്റ് റിവോൾട്ട് ഉണ്ടാവുന്നതും. ആ പെസന്റ് റിവോൾട്ട് ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഇമ്പാക്ട്. ഇത് വലിയൊരു ഇമ്പാക്ട് തന്നെ ഈ പെസന്റ് റിവോൾട്ടിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? മാത്രമല്ല ഇനി ബ്ലാക്ക് ഡെത്തിന്റെ മറ്റൊരു ഇമ്പാക്ട് എന്താ നോക്കുമ്പോൾ ആക്ച്വലി 100 years of വാറിന്റെ ഒരു ടെമ്പററി ഹാൾട്ട്. ഓക്കെ, താൽക്കാലികമായി ഈ 100 years of വാർ കുറച്ച് സമയത്തിന് എന്ത് ചെയ്തു? നിർത്തിവെച്ചു. കാരണം എന്താ? ഇവിടെ എന്ത് ചെയ്തു? ആൾക്കാരെ യുദ്ധം ചെയ്യുന്നതിനേക്കാളും ജീവൻ എടുക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് എന്തിനു കൊടുത്തു? ഓരോ മനുഷ്യന്റെ ജീവനും കൊടുത്തു. മനസ്സിലായല്ലോ? അതായത് ആക്ച്വലി ഇവിടെ ബ്ലാക്ക് ഡെത്ത് കാരണം ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് യുദ്ധം തുടർന്നില്ല, പകരം എന്ത് ചെയ്തു? കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്തു? ഹാൾട്ട് ചെയ്ത് വെച്ചു, നിർത്തിവെച്ചു. സോ ഈ ഒരു കാരണം കൂടി ഇതും ബ്ലാക്ക് ഡെത്തിന്റെ ഒരു ഇഫക്റ്റ് ആണ് അഥവാ ഇമ്പാക്ട് ആയിട്ട് നമുക്ക് കണക്കുകൂട്ടാം. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു യൂണിറ്റിൽ. അതായത് ഫ്യൂഡലിസം എങ്ങനെ തകർന്നു, തകർച്ചയുടെ കാരണങ്ങൾ എന്താ, ഫാക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ എളുപ്പമല്ലേ ഈ ഒരു യൂണിറ്റ്? മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് പഠിക്കേണ്ട ലെസൺ അല്ല, മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ഹിസ്റ്ററി ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ നമുക്കിനി ഇത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ എടുത്ത കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ SLM നോക്കുന്നൂടി വായിച്ചു നോക്കുക. അപ്പോൾ കുറെ കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. സോ നമുക്കിനി അടുത്തൊരു യൂണിറ്റിൽ കാണാം. അതുവരെ ബൈ.